السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മുത്ത് റസൂലിന്റെ മദ്ഹ് പറയുന്ന സുന്ദരമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു പടച്ചുറബ് മുത്തിനോട് കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയത്ര ജീവൽ മദീന. ദൂരെ 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 മദീന, വാരി പുണരുന്നതെന്നാ നബീന. പരിശുദ്ധമായ മദീന വിശ്വാസി മാനസാന്തരങ്ങളെ കാന്തിക ശക്തി പോലെ അടുപ്പിക്കുന്ന പരിശുദ്ധമായ നാട് മദീന. ഈ ഭൂമി ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അത് എന്റെ മദീനയാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ മദീന. ഈ മദീനക്കെന്ത് ഇത്രത്തോളം മഹത്വം കിട്ടാൻ കാരണം, ആ മദീനയുടെ വിരുമാറിലാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രമേയമായ പ്രകാശത്തിന്റെ പ്രോജലപ്രഭയായ ലോകത്തിന്റെ ഹബീബായ സർവറെ ആലം സർക്കാരെ മുജസ്സം താജിദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഖനിദ്രയിൽ കഴിയുന്നത് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ വല്ലാതെ മഹബ്ബത്ത് വെച്ചല്ലോ. വഫാത്തിന്റെ വേദനാജനകമായ സമയത്ത് പോലും ഉമ്മത്തിനെ ഓർത്ത് വല്ലാതെ വേദനിച്ച റസൂലാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് പടച്ചുറപ്പ് പടച്ച എല്ലാ പടപ്പുകളും ഒരുമിച്ച് കൂടുമ്പോ അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇല്ലാഹ് യാ സയ്യിദി ഖൈറൽ നബി യാ സയ്യിദി ഖൈറൽ നബി. പരലോകത്ത് എല്ലാവരും സ്വന്തം കാര്യമോർത്ത് സങ്കടപ്പെടുമ്പോ ഉമ്മത്തിന് വേണ്ടി കടന്നു വരുന്ന ഒരേ ഒരു നേതാവാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനോവരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല, അർഹതയൊന്നുമില്ല. ആ പരലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ ശഫാഅത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ ഇതൊക്കെ മുത്തുനബി തങ്ങൾ നമ്മെ സ്നേഹിച്ചതിന്റെ ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ നമ്മെ വല്ലാതെ മഹബ്ബത്ത് വെച്ച മുത്തുനബി തങ്ങളെ നമുക്കും തിരിച്ചു സ്നേഹിക്കണ്ടേ? എല്ലാവരും സ്നേഹിച്ചു പോയല്ലോ, എല്ലാവരും റസൂലുള്ളാഹിനെ വല്ലാതെ മഹബ്ബത്ത് വെച്ചല്ലോ, നമുക്കും വെക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കർണെന്ന നാട്ടിൽ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന വല്ലാത്ത പ്രവാചക പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ കനക കൊട്ടാരം തീർത്ത ഒരു മഹാനുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ജീവിതകാലത്ത് കാണാൻ സാധിച്ചിട്ടില്ല. അതിന്റെ വല്ലാത്ത സങ്കടത്തിലാണ്. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം തന്റെ നാട്ടിലെ പട്ടണത്തിന്റെ അങ്ങാടിയിൽ വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് മദീനയുടെ ഭാഗത്തിൽ നിന്ന് വരുന്നവർ മുഖത്തേക്ക് നോക്കിയിട്ട് ഹൽ മിൻ മദീന, നിങ്ങൾ ആരെങ്കിലും മദീനയിൽ നിന്ന് കടന്നു വരുന്നവരാണോ? ആരെങ്കിലും മദീനയിൽ നിന്ന് വരുന്നവരാണോ എന്ന് സങ്കടത്തോടെ വൈസുൽ കർണി എന്ന ആശിഖ് റസൂൽ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഞാൻ മദീനയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു പോയാ ചാടി നേറ്റിട്ട മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയാണ്. ഇതെന്റെ റസൂലുള്ളാന്റെ മദീന കണ്ട കണ്ണാണ്, എന്റെ റസൂലുള്ളാന്റെ നാട്ടിൽ നിന്ന് വരുന്നവനാണെന്ന് പറഞ്ഞിട്ട് ആ ബഹുമാനപ്പെട്ട ഉവൈസ് തങ്ങൾ ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇതൊക്കെ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ ജാമിയുടെ തിരുമുറ്റത്തിൽ നിന്ന് മദീനയുടെ മടിത്തട്ടിലേക്ക് നമുക്കൊരു സലാത്തിന്റെ സലൂട്ട് സമർപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങകലെ സമർഗന്ത് എന്ന് പറയുന്ന നാട്ടിൽ മദീനയിൽ നിന്ന് 1000 കാതമകലെയുള്ള സമർഗന്തിൽ ഒരു 9 വയസ്സായ പൊന്നുമോൻ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് തന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ മദീനയിലേക്ക് യാത്ര ആരംഭിച്ചു. തന്റെ സ്വപ്ന നഗരിയാകുന്ന മദീനയിൽ ആ പ്രിയപ്പെട്ട 9 വയസ്സായ പൊന്നുമോൻ എത്തുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ റൗളയുടെ ചാരത്തെത്തിയിട്ട് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാകുന്ന മദീന എന്ന നഗരിയിൽ എത്തിയതിന്റെ സന്തോഷത്തിൽ നബി തങ്ങളെ ഹുജറത്തു ഷരീഫിന്റെ ചാരത്ത് പോയിട്ട് നിറകണ്ണുകളോട്, പൊട്ടുന്ന കൽബോട്, ഇടറുന്ന ശബ്ദങ്ങളോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, പൂതി തീരുന്നത് വരെ സ്വലാത്ത് ചൊല്ലുകയാണ്. മനസ്സിന്റെ ദാഹം തീരുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് റസൂലുള്ളാഹി തങ്ങളെ ചാരത്ത് നിന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോന് പറക്കുന്നു, റബ്ബേ, എന്റെ ജീവിതത്തിൽ 2 ആഗ്രഹം കൂടിയുണ്ട്. എനിക്ക് എന്റെ മുത്തുനബി തങ്ങളൊന്ന് കനവിൽ കാണിച്ചു തരണം. ആ പൊന്നുമോന്റെ അഭിലാഷാണ് മുത്തുനബി തങ്ങളൊന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഹുജറത്തു ഷരീഫിലേക്ക് നോക്കി നോക്കി സ്വലാത്ത് ചൊല്ലി ചൊല്ലി പ്രിയപ്പെട്ട പൊന്നുമോൻ ഉറങ്ങിപ്പോകുകയാണ്. ആ പൊന്നുമോന്റെ ഉറക്കിലിതാ മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് പൊന്നുമോന്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുകയാണ്. വല്ലാത്ത അനുഭൂതിയുടെ സായുജ്യം മറഞ്ഞ ആ സുന്ദരമായ നിമിഷം പൊന്നുമോൻ പെട്ടെന്ന് നെട്ടി ഉണർന്നു. അൽഹംദുലില്ലാ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഒരു ആഗ്രഹം കൂടിയുണ്ട്, അതും കൂടി എനിക്ക് നടത്തി തരുമോ അല്ലാ എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോന് പടച്ചോനോട് പറയുന്നു, റബ്ബേ, എന്റെ റസൂലുള്ളാഹിനെ കണ്ട എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവണ്ട, എന്റെ ഉമ്മാന്റെ അരികിലേക്ക് പോവണ്ട റബ്ബേ, എനിക്ക് എന്റെ ഹബീബ് ഉറങ്ങുന്ന മണ്ണിലുറങ്ങണം. മദീനയിൽ ചെന്ന ഞാനങ്ങനെ പിരിയും, മഹബൂബെ കണ്ട ഞാനങ്ങ് തളരും. മദീനയിൽ ചെന്ന ഞാനങ്ങനെ പിരിയും, മഹബൂബെ കണ്ട ഞാനങ്ങ് തളരും. ആരാണ് പ്രിയമുള്ളവരെ മദീനയിലെത്തിയാൽ തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നവരാരാണ്? ഇല്ല ഇല്ല, അത്രത്തോളം എല്ലാവരുടെയും മനസ്സിനെ പിടിച്ച് കുലുക്കിയ പരിശുദ്ധമായ ഒരു നാടാണ് മദീന. അല്ലാഹു നമുക്കും അവിടെ തൗഫീഖ് നൽകട്ടെ. ആ പ്രിയപ്പെട്ട 9 വയസ്സായ പൊന്നുമോന്റെ കനവിൽ മുത്തുനബി തങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കും നബി തങ്ങൾ ഒന്ന് സ്വപ്നത്തിൽ കാണണ്ടേ? ധാരാളം ആളുകൾ കണ്ടല്ലോ, നമുക്കും കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഹറാമിന്റെ ഘോഷയാത്ര നടത്തുന്ന നമ്മൾ നബിയേ ഹറാമേരെ കണ്ട കണ്ണാണ്, പലവിധത്തിൽ മകൾക്കും അടിമയാണ്. ഹറാമിന്റെ ഘോഷയാത്ര നടത്തിയ ആഖിർ സമാനിന്റെ ചപ്പുചവറുകളായ നമ്മൾ അറിയാതെ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ഇനി എന്റെ റസൂലുള്ളാഹിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് എങ്ങനെയാണ് കാണുക എന്ന ബേജാറിൽ കരഞ്ഞുപോയ സൈലബാത്തങ്ങളെ മുമ്പിൽ നമ്മൾ വെറും വട്ടപൂജ മാത്രമാണ്. എന്നാലും പ്രതീക്ഷയുണ്ട്. നബവി ഇമാമിന്റെ വാക്കിലാണ് പ്രതീക്ഷ. മുത്തുനബി തങ്ങളെ കാണാൻ മുത്തക്കിയാവണമെന്നില്ല, മഹബത്തിന്റെ കപ്പലിലൊന്ന് സഞ്ചരിച്ചാ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മുത്തുനബി തങ്ങളെ കനവിലൊന്ന് കണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാ റസൂലല്ലാഹ്, ഈ പാപികളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രാത്രി ഞങ്ങൾക്കൊന്ന് സന്തോഷത്തിന്റെ സായുജ്യമടയാൻ ഞങ്ങളെ കനവിലൊന്ന് വരുമോ നബിയെ? അങ്ങയുടെ നൂറാനിയത്തിന്റെ നോട്ടം ഞങ്ങളെ കൽബിലേക്കൊന്ന് നോക്കണേ നബിയെ. മൗത്തണയുന്നതിന് മുമ്പ് മദീനയിൽ പോയി മുത്തിനോട് മനം നിറയെ സ്വലാത്തും സലാമും ചൊല്ലി മരണപ്പെടുന്ന സമയത്ത് മുത്തിന്റെ മഞ്ചുള്ള മുഖം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.